ഇന്ന് ധന്യമീ ദിനത്തിൽ ചിന്തിക്കുന്നത് എൻ്റെ ഒരു പ്രത്യേകതയോ ദുർഗുണമോ അതിനെക്കുറിച്ചാണ്. എല്ലാവരും ഞാൻ വിളിക്കുക, അവർക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു പേരിട്ടിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്ക് പേരിടുന്ന പോലെ. പണ്ടത്തെ ചരിത്രങ്ങൾ എടുക്കുമ്പോണ്ടായിരുന്നു അവരുടെ അച്ഛനമ്മിട്ട പേരൊന്നല്ല വേറെ പലരും അവരെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് യാതൊരു അബദ്ധവും ഉണ്ടായിട്ടില്ല ഇതുവരെ. റിക്കാർഡിലെ പേരായിരിക്കും ഞാൻ വിളിക്കുക, ഒരു പേരുണ്ടാവുമല്ലോ. ആ പേര് വെച്ചാൽ ചീത്ത ആയിട്ടുള്ള പേരല്ല, നല്ല പേരായിരിക്കും ചിലപ്പോ. അങ്ങനെ ഇരിക്കെ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വളരെ വേണ്ടപ്പെട്ട ചിലവര് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനൊക്കെ വരും. ആ ഡിസ്കസ് ചെയ്യാൻ വരുമ്പോൾ അവരുടെ പേരൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ട് കിടന്ന പേരാ. മിക്കവാറും പേരുടെ സങ്കടം ജീവിതത്തിൽ വിചാരിച്ച പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. അപ്പൊ ജീവിതത്തിൽ വലിയൊരു പുരോഗതി ഉണ്ടാകണമെന്നുള്ള അനവധി പേര് അവരുടെ പേര് ആദ്യത്തെ പേരതല്ല, പിന്നീട് വിളിക്കാൻ പാകത്തിന് പേര് മാറ്റിയിട്ടതാണ്. ഏറ്റവും പ്രശസ്തരായുള്ള പലരുടെയും പേര് ആദ്യത്തെ പേര് ഇതല്ല. മാധവൻ നായർ എന്നുള്ള ആളാണ് പിന്നീട് മധു എന്നുള്ള പേരിലായത്. രാമു കാര്യാട്ടനാണ് പേര് മാറ്റിയെന്ന് രാമു കാര്യാട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് മാധവൻ നായരായിരിക്കുമ്പോൾ കരമനാരായണൻ നായരും പുള്ളിയായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജനാർദ്ദനൻ നായരും അവിടെയായിരുന്നു ജോലി വരുമ്പോൾ അന്ന് പേര് മാധവൻ നായർ എന്നാണ്. പക്ഷെ മധു എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ ഉദാഹരണമായിട്ട് പറയുകയാണ്, ചില പേരുകൾ കാച്ചിങ് ആയിരിക്കും. പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേരുകാരന് പ്രശസ്തനാവണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആ പേര് പറയണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. സദാ സത്യ സതിൽ കുമാർ ഒരു കുട്ടിക്ക് അച്ഛനമ്മമാരിട്ട പേരാ. നിവൃത്തിയില്ല, കുമാരൻ എന്ന് വിളിക്കും ഞാൻ, കുമാരന്റെ ചുരുക്കം. എപ്പോ ഒരു ടൈറ്റിൽ പോപ്പുലർ ആവണമോ ആ പേരിന് വലിയ ഘടകമുള്ളത് എന്നുള്ളത് പുരാണത്തില് മഹർഷിമാർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. അത് അഭിനയിക്കുന്നവരാച്ചാ ചിലപ്പോ കഥാപാത്രത്തിന്റെ പേരായിരിക്കും. എന്റെ അങ്ങാടിപ്പാട്ട് എന്നുള്ള സീരിയലില് ഇല്ലിക്കെട്ട് നമ്പൂരി എന്ന് പറഞ്ഞിട്ടൊരു അറു പിശുക്കൻ നമ്പൂരിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ പേരാവുന്നല്ല, പക്ഷെ പിന്നീട് അദ്ദേഹം ഇല്ലിക്കെട്ട് നമ്പൂരി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ പേര് അയാൾ തന്നെ മറന്നുണ്ടാവും. ഒരു 55 വയസ്സായ ഒരു സ്ത്രീയോട് അവരുടെ പരാജയങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അവര് പറഞ്ഞു, എനിക്ക് എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞു എടുത്തു പറഞ്ഞെങ്കിൽ പിന്നെ പേര് പറയാൻ പറ്റണ്ടേ, ഞാനൊരു പേരാ വിളിക്കുക, സുമന എന്നാണ് വിളിക്കുക. നല്ല മനസ്സാണ്, ചുരുക്കാണ് മന, സുമന, നല്ല മന. അപ്പൊ എനിക്കും ഓർക്കാൻ പറ്റും സുമന എന്റെ വീട്ടും പേരുമാണ്. അത് വേറെ കാര്യം. പിന്നീട് ഫോൺ ചെയ്യുമ്പോൾ അവര് പറയും സുമനയാണ് സാർ വിളിക്കുന്നത്, വിശാഖപട്ടണത്തൊട്ടാണ് ഇപ്പോ. അതുകൊണ്ടൊന്നും ഒരു അബദ്ധമില്ല. ഈ തൊട്ട വീട്ടിലൊരു കുട്ടി നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, ഒരു 3 വയസ്സാണ്, ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. ഞാൻ അവനെ അംബാദാസ് എന്നൊരു വിളി അറിയും. ഞാൻ അംബാദാസ് എന്നാ പറയാ. അവന് ഞാൻ വിളിക്കുന്നത് കേട്ടാ അറിയാം, അംബാദാസ് എന്ന് വിളിക്കുമ്പോൾ അവന് മനസ്സിലാവും. എന്താ അംബാദാസ് എന്നുള്ള പേരിന്റെ പ്രത്യേകത? എയിൽ തുടങ്ങുന്നു. അപ്പൊ മിക്കവാറും എവിടെയും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലും നോക്കുമ്പോൾ എയിൽ തുടങ്ങുന്ന പേരുകൾ നമ്മുടെ പേര് ആദ്യമായിരിക്കുമല്ലോ. അവസാനത്തെ രീതിയിൽ വരുന്നതിൽ അക്ഷരങ്ങളുണ്ട്. വി ഒക്കെ അവസാനമാവും വരുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് മുഴുവൻ നോക്കാൻ നിൽക്കണം. ഇത് തുടക്കത്തിലേ കാണുമല്ലോ നമ്മളെ പേര്. അതുകൂടാതെ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും അംബാദാസുമാരാണ്.
ഏതൊന്നും നമ്മൾ ചിന്തിച്ച് ഒരു വലിയ മാനദണ്ഡത്തിലേക്ക് നമ്മൾ ആ ചിന്തയെ കൊണ്ടുവരണം. പേരിനെ പറ്റി തുടങ്ങി. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ 4 വശത്തും നിന്ന് സഹായിക്കുന്നത് അമ്പയാണ്, പരാശക്തിയാണ്. ആ ഗർഭസ്ഥ ശിശുവിന്റെ മുമ്പിലും പിറകിലും 2 സൈഡിലും. അങ്ങനെ സംരക്ഷണം കൊടുക്കുകയാണ് അമ്പ. ചില പശുക്കളൊക്കെ വിളിക്കുക തന്നെ അമ്പാന്നാണ് വിളിക്കുക. അമ്പ എന്നാണ് പരാശക്തി എന്നർത്ഥം. പക്ഷെ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേണ്ടാത്ത എരിവും പുളിയും ഗുളികയും കുട്ടിക്ക് അതിന്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു ഈ കുട്ടി ഞെരിപിരി കൊള്ളും. പറയാൻ നിവൃത്തിയില്ല, പറയാൻ നമുക്ക് അർഹതയില്ലല്ലോ, മിണ്ടണ്ട. ആ ഞെരിപിരി കൊള്ളുമ്പോ വയറ്റിനകത്തിരുന്നിട്ട് മോൻ ചവിട്ടണു എന്നൊക്കെ പറയണ അമ്മമാരുണ്ട്. എന്തൊക്കെ ഗുളികയാണ് അപ്പ കഴിച്ചത് നമ്മൾ ചോദിക്കാറില്ല. അങ്ങനെ കുട്ടി പുറലോകത്ത് വരുമ്പോ ഈ 3 സൈഡിൽ നിന്നുള്ള സഹായം മാറി പിറകിൽ നിന്നിട്ടാണ് പരാശക്തി സഹായിക്കുക. നമ്മളെ പിറകില. പക്ഷെ മൃഗങ്ങളുടെ കൂട്ടത്തില് പരാശക്തി മുൻപിൽ നിന്നിട്ടാണ് അത്ര സഹായിക്കുക. ഇത് ഓരോ ഋഷിമാരുടെ കാഴ്ചപ്പാടാണ് പറയണത്. ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ എളുപ്പമാണ്. ആ കുട്ടി ജനിച്ചു, പശുക്കുട്ടി ജനിച്ചു, അതിന്റെ കൺമുൻപിലാണ് അമ്മയെ നോക്കി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മുല കുടിക്കുന്നു. മുമ്പ് തന്നെ, പിറകിലല്ല. അമ്പ എന്ന് പറഞ്ഞ അമ്മയാണ്, മുല തന്ന അമ്മ തന്നെയാണ്. മനുഷ്യക്കുട്ടിയെ സംബന്ധിച്ചോളം നേരെ മുമ്പിലല്ല, പിറകിൽ നിന്ന് അമ്മ അതിനെടുത്ത് മടിയിൽ വെച്ച് മുല കൊടുക്കണം. ആദ്യത്തെ ശീലമായതുകൊണ്ട് ആദ്യം മുല കുടിക്കാൻ തന്നെ കുട്ടി ചിലപ്പോൾ ആദ്യം ഒന്ന് വിസമ്മതിക്കുക വരെ ചെയ്യും എന്ന് പറയാറുണ്ട്. പിന്നീട് ശീലാവും കുട്ടിക്ക്. അമ്പ പിറകിൽ നിന്നാണ് നമ്മളെ സഹായിക്കുന്നത്. ആ രീതിയിൽ നോക്കിയാൽ നമ്മളൊക്കെ അമ്പാദാസന്മാരാണ്. ഞാൻ ഈ അയൽവക്കത്തെ കുട്ടി അമ്പാദാസ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും അമ്പാദാസാണ്. ഞാനും നിങ്ങളൊക്കെ അമ്പാദാസ് ആണ്. ഈ കുട്ടികള് വളരെ പരാശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇഷ്ടദേവത വിളിച്ചാൽ അടുത്തേക്ക് വരും. ആ വിളിച്ചാൽ അടുത്തേക്ക് വരികയും ഇഷ്ടദേവത വിളി കേൾക്കുകയും ചെയ്ത സ്റ്റേജിൽ എത്തി. അങ്ങനെ ഇരിക്കെ വളരെ നല്ല കാലം വന്നപ്പോഴൊക്കെ നടന്നു പോകുമ്പോ, പുഴവക്കിലൂടെ നടന്നു വരുമ്പോ തന്റെ 2 കാലടികളും പിറകിൽ പരാശക്തിയുടെ കാലടികളും 4 കാലടികൾ കാണാറ്. ഈ വിശ്വാസിയായുള്ള ഭക്തൻ എവിടേക്ക് നടന്നു പോകുമ്പോഴും ആളുകൾ പുഴക്കരയിലോ സമുദ്രക്കരയിലൊക്കെ നോക്കും, 4 കാലടി കാണും. സാധാരണക്കാർക്ക് അവനവന്റെ 2 കാലടിയെ കാണുള്ളൂ, ഇത് 4 കാണും. പക്ഷെ ക്രമേണ സമയം മോശമായി, ചീത്ത അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി, കഷ്ടകാലമായി തുടങ്ങി. നോക്കുമ്പോ 2 കാലടിയുള്ളൂ, പിറകിൽ നിന്ന് സഹായിക്കുന്ന അമ്പയുടെ കാലടി ഇല്ല. ഈ ഉപാസകൻ കരഞ്ഞ് അമ്പയോട് ചോദിച്ചു, നല്ല കാലം വരുമ്പോ അമ്മയുടെ കാലടി പിറകിലുണ്ടായിരുന്നു, എന്റെയും ചേർത്ത് 4, ഇപ്പൊ 2 കാണുന്നുള്ളൂ, ഞാൻ എന്ത് തെറ്റേ ചെയ്തേ? അമ്പ പറഞ്ഞു, നീ കണ്ട 2 കാലടി എന്റെ അല്ല, ഞാൻ തന്നെ എടുത്തും കൊണ്ട് നടക്കുകയായിരുന്നു.
നിനക്ക് കാലം മോശമാണ്, കഷ്ടകാലമാണ്. കഷ്ടകാലമൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ അനുഭവമാണ്. ഇങ്ങനെയാണോ ഇത്? ചീത്തകാലം വരുമ്പോ ചീത്ത ബുദ്ധിയെ നമുക്ക് തോന്നുള്ളൂ. നിന്റെ കാലടികൾക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എന്റെ കാലടി മാത്രം നീ കാണുകയാണ്. ഇത് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ പേര് എന്തു തന്നെ ആയിരുന്നാലും ശരി, പരാശക്തിയുടെ അമ്പയുടെ ദാസനാണ് നമ്മൾ എന്നൊരു ചിന്ത നമ്മളെ കുറച്ചും കൂടി പ്രകാശമാനമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണത്തിലേക്ക് നയിക്കില്ലേ എന്ന് ചിന്തിക്കുക. എന്റെ കൂടെ അതൊക്കെ കേട്ട് ചിന്തിക്കുന്ന സജ്ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.